Hello. Welcome to my channel, The Edit. എൻ്റെ പേര് നീരജ ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ സ്റ്റോപ്പിംഗ് ബൈ. അപ്പോൾ ഇന്ന് ഞങ്ങളെല്ലാവരും കൂടെ എമ്പുരാൻ കാണാനായിട്ട് രാവിലെ 8 മണിക്ക് തന്നെ എല്ലാം റെഡിയായി ഇറങ്ങിയിരിക്കുകയാണ്. ഞങ്ങളൊരു ഗ്രൂപ്പുണ്ട്, ഒരു 10-20 പേരുടെ ഒരു ഗ്രൂപ്പാണ് ഞങ്ങൾ കാണാൻ പോകുന്നത്. ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. പിള്ളേരും എല്ലാവരും കൂടെ കറുപ്പൊക്കെ ഇട്ടിട്ടാണ്, ഇവർ പറഞ്ഞതുപോലെ തന്നെ കറുപ്പൊക്കെ ഇട്ടിട്ടാണ് എല്ലാവരും കൂടെ പോയിട്ടുള്ളത് കാണാനായിട്ട്. 8 മണിയുടെ ഷോനാട്ടോ പോയത്. പക്ഷേ ഞങ്ങൾക്ക് ഇതിന് മുന്നത്തെ ഷോ ഇവിടെ അടുത്തുള്ള തിയേറ്ററിലൊന്നും ടിക്കറ്റ് ഉണ്ടായിരുന്നില്ല, നല്ല ഷോ തന്നെ ഉണ്ടായിരുന്നില്ല. പിന്നീടാണ് ഇപ്പം നോക്കുമ്പോൾ അവിടെ 6 മണിക്കും 7 മണിക്കൊക്കെ വേറെ ഷോസ് കാണുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ ബുക്ക് ചെയ്ത സമയത്ത് 8 മണിയുടെ ഷോ മാത്രമേ അവൈലബിൾ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ കറുപ്പൊക്കെ ഇട്ട് ഒരു 3-4 കാറിൽ ഒരു 10-20 പേരായിട്ട് പോവാണ് എമ്പുരാൻ കാണാനായിട്ട്. അപ്പം ഞങ്ങൾ ഇന്ന് എമ്പുരാൻ കണ്ടിട്ട് ഞങ്ങൾ തിരിച്ചു വന്നു. ഞാനെന്താ ഇപ്പം ജോലിക്ക് കയറി. അതിൻ്റെ ഇടയ്ക്ക് അപ്പം ഞാൻ വിചാരിച്ച എന്തായാലും ഈ വീഡിയോ ഇടുന്നതിന് മുന്നേ ഈ മൂവിയുടെ റിവ്യൂവും കൂടെ ഇട്ടിട്ട് ഈ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിട്ടാണ്. റിവ്യൂ ആയിട്ട് പറയാൻ സത്യം പറഞ്ഞ ഒന്നുമില്ല. ഭയങ്കര ഡിസപ്പോയിൻറ്റിങ് ആയിരുന്നു സിനിമ. നമ്മൾ ലൂസിഫർ കണ്ടിട്ട് ആ ഒരു എക്സ്പെക്റ്റേഷനിലാണല്ലോ നമ്മൾ പോകുന്നത് ഇത് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ പോയി എന്ന് വെച്ചാൽ ഒക്കെ മോഹൻലാൽ ഫാൻസ് ആട്ടോ പോയിട്ടുള്ളവരെല്ലാവരും. ഞങ്ങളൊരു വലിയൊരു ഗ്രൂപ്പാണ് പോയത്, 10-20 ആൾക്കാരായിട്ടുള്ള ഒരു ഗ്രൂപ്പിലാണ് ഞങ്ങൾ പോയത്. എല്ലാവരും മോഹൻലാൽ ഫാൻസാണ്. എല്ലാവരും ഭയങ്കര എക്സ്പെക്റ്റേഷനോടെയും രാവിലെയൊക്കെ എഴുന്നേറ്റ് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു എല്ലാവരും പോയി കാണാനായിട്ട്. പക്ഷേ തുടക്കം വലിയ കുഴപ്പമില്ലാണ്ട് പോയി. ഇങ്ങനെ നമുക്ക് ഓക്കെ എന്താ സംഭവിക്കാൻ പോകുന്നത് നോക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മളിരുന്നു കാണുന്നു. കുറച്ച് കഴിയുമ്പം ഈ പറഞ്ഞ മാതിരി മേക്കിംഗ് ഒക്കെ കൊള്ളാം, അടിപൊളി. ടൈം ലൈൻ ജംപ്സ് ഉണ്ട്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളുണ്ട്, അതൊക്കെ നന്നായിട്ടുണ്ട്. അത് കഴിയുമ്പം ഈ ഹെലികോപ്റ്ററിൽ വന്നിട്ട് പുള്ളി ഇറങ്ങുന്നു. പുള്ളിയുടെ ഇൻട്രഡക്ഷൻ സീൻ, ലാലേട്ടൻ്റെ ഇൻട്രഡക്ഷൻ സീനൊക്കെ അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു. ഇങ്ങനെ നമ്മൾ തിയേറ്ററിലൊക്കെ എല്ലാവരും കൂടെ കൈയടിക്കുന്നു, കൂന്നു, എല്ലാം ചെയ്യുന്നു. പക്ഷേ അത് കഴിയുമ്പം പിന്നീട് കഥ അങ്ങോട്ട് മുന്നോട്ട് പക്ഷെ പോണില്ല. ഇത് തന്നെ നടന്നുകൊണ്ടിരിക്കുക. പുള്ളി സ്ലോ മോഷനിൽ വരുന്നു, ഹെലികോപ്റ്ററിൽ നിന്ന് ഇറങ്ങുന്നു, സ്ലോ മോഷനിൽ നടക്കുന്നു, എന്തൊക്കെയോ ഡയലോഗ് പറയുന്നു, തിരിച്ചു കയറിപ്പോന്നു. പിന്നെ കുറേ വണ്ടികൾ ഉരുണ്ടു വരുന്നു. അതിൽ നിന്നും ഇതുപോലെ പറഞ്ഞു വെച്ചതുപോലെ എല്ലാവരും കൂടെ ഒരുമിച്ച് വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നു. എന്നിട്ട് പിന്നെ പുള്ളി ഇറങ്ങി വരുന്നു, സ്ലോ മോഷനിൽ നടക്കുന്നു, കുറേ ഡയലോഗ് പറയുന്നു, തിരിച്ചു പോകുന്നു. ഇത് തന്നെയാണ് ബാക്കി സിനിമ. ശരിക്കും പറഞ്ഞാൽ സ്ലോ മോഷൻ ഇല്ലാണ്ടാക്കി കഴിഞ്ഞാൽ, അതായത് ലാലേട്ടൻ നടക്കുന്ന സ്ലോ മോഷൻ, പൃഥ്വിരാജ് നടക്കുന്ന സ്ലോ മോഷൻ, വണ്ടികൾ ഉരുണ്ടു പോകുന്ന സീൻസ്, ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ലാതെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ 3 മണിക്കൂറിൻ്റെ സിനിമ ഒരു 1.5 മണിക്കൂറിൽ ഒതുങ്ങിയിട്ടും ഉണ്ടാവും. ചിലപ്പോൾ കുറച്ചും കൂടെ നന്നായിട്ടും ഉണ്ടായിട്ടുണ്ടാവും, അറിയില്ല. ഭയങ്കര ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് എന്തുവാടായത്, ഇത് തീരാത്തെന്നുള്ളൊരവസ്ഥ എത്തി. അത് ഭയങ്കര സങ്കടം വന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അതൊരു വല്ലാതെ ഡിസപ്പോയിൻറ്റിങ് ആയിട്ട് തോന്നി. ഇറ്റ് വാസ് വെരി ഡിസപ്പോയിൻറ്റിങ്. പിന്നെ എനിക്ക് തോന്നുന്നു ഇതിന് മുന്നേ ഇപ്പോൾ റിവ്യൂസിൽ വന്നിട്ടുള്ളതിലൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ പേരുണ്ട്. അതായത്
ഒന്നാമത് ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്, നിങ്ങൾക്ക് ആരാ എന്താണെന്നൊന്നും അറിയില്ല, നിങ്ങൾക്ക് ഈ ആൻഡ് പലരും ഫെമിലിയർ ആയിട്ടുള്ള ഫേസസ് അല്ലല്ലോ, കാരണം ഫോറിൻ ആക്ടേഴ്സ് ഉണ്ട്, അപ്പോൾ അവരൊന്നും ഫെമിലിയർ ആയിട്ടുള്ള ഫേസസ് അല്ല, യു ഡോണ്ട് കണക്ട് ടു എനി ഓഫ് ദോസ് ക്യാരക്ടേഴ്സ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഈ സിനിമയിൽ ഒരൊറ്റ ക്യാരക്ടറായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല. ഒന്നും എന്താ ഒരു വഴിക്ക് പോയിന്നുണ്ടായിരുന്നില്ല. ഞങ്ങൾ ഗ്രൂപ്പിൽ എന്നിട്ട് പറയായിരുന്നു, അതായത് ഒരു മലയാളം സിനിമ കണ്ടതുപോലെ പോലും തോന്നുന്നുണ്ടായിരുന്നില്ല എന്നുള്ളത്. നമുക്ക് വേണ്ടത് അതല്ലല്ലോ, നമുക്ക് ആ മലയാളം സിനിമ കാണുന്നതിൻ്റെ ഒരു ഇതുണ്ടല്ലോ, അത് ആ സാധനം, അതായത് ഇതിനകത്ത് അതും ഇല്ല, അങ്ങനത്തെ നാടില്ല, നാട്ടുകാരില്ല, ഒരു രസം. എന്നാൽ പിന്നെ ഇന്റർനാഷണൽ ആണെങ്കിൽ പിന്നെ ആ ലെവലിലായിരിക്കണം. ഇത് അതുമല്ല. ഓക്കെ, മേക്കിംഗ് ഒക്കെ വേണമെങ്കിൽ പറയാം, കുറേ ഡ്രോൺ ഷോട്ട്സ് ഉണ്ട്, കുറേ അതുണ്ട് ഇതുണ്ടെന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയണമെങ്കിൽ പറയാം. പക്ഷെ അതിലൊന്നിനും കാര്യമില്ലല്ലോ. ഈ ഇത്രയും ഇന്റർനാഷണൽ ഇത് ഒരുമാതിരി കുട്ടിക്കളി പോലെ ഉണ്ടായിരുന്നു. ഈ പുള്ളി ഡീൽ ചെയ്യുന്ന പ്രശ്നങ്ങളും അതും ഇതുമൊക്കെ ഉണ്ടല്ലോ, വലിയ കാട്ടിലും അതും ഇതും എന്നൊക്കെ പറഞ്ഞിട്ട് കാണിച്ചിട്ട് അതിനകത്ത് ഒരു സീനി കാണിക്കുന്ന ഇവർ തമ്മിൽ അടി ഓടുന്നു, ഇവരുടെ ആളെ കൊല്ലുന്നു, അങ്ങനെ ഇങ്ങനെ. അടുത്ത സീനി കാണിക്കുന്നു പുള്ളി ലാലേട്ടൻ ഫോൺ ചെയ്തിട്ട് പറയുന്നു, നമുക്ക് ഈ അടി നിർത്തിക്കൂടെ, നമുക്ക് എവിടെയെങ്കിലും വെച്ച് കാണാമെന്ന് പറയുന്നു. ഇങ്ങനത്തെ എന്തൊക്കെയൊക്കെയോ നടക്കുന്നു. ഒന്ന് കഥ ഒട്ടും സ്ട്രോങ് ആയിരുന്നില്ല. നമ്മൾ മുരളി ഗോപിയുടെ അടുത്തുനിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു ഇതേ അല്ല. കഥ ഒട്ടും സ്ട്രോങ് ആയിരുന്നില്ല, ക്യാരക്ടേഴ്സ് ഒട്ടും റിലേറ്റബിൾ ആയിരുന്നില്ല, ബിലീവബിൾ ആയിരുന്നില്ല. ആൻഡ് ഇറ്റ് വാസ് ലൈക്ക് യു വോണ്ട് റൂട്ട് ഫോർ ദ ക്യാരക്ടേഴ്സ്. നിങ്ങൾ ഒരുപാട് ക്യാരക്ടേഴ്സിനെ കാണും വെച്ച് യു കാൺ റിലേറ്റ് ടു, പക്ഷേ യു വുഡ് സ്റ്റിൽ റൂട്ട് ഫോർ ദം അല്ലേ. ഇപ്പം സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിന് നിങ്ങൾക്ക് പുള്ളിയുടെ ബാക്ക് സ്റ്റോറി അറിയത്തില്ല, നിങ്ങൾക്ക് ഒന്നും അറിയത്തില്ല, എന്നാലും യു റൂട്ട് ഫോർ ഹിം. ആൻഡ് അതും ലാലേട്ടൻ ആയതുകൊണ്ട് മാത്രമല്ല, ബിക്കോസ് ഓഫ് ദ ക്യാരക്ടർ ആൻഡ് ഹൗ ഹി ഈസ് ഇൻ ദ മൂവി അല്ലെ, ലൂസിഫറിൽ. പക്ഷെ ആ സാധനമൊക്കെ ഇതിനകത്ത് കളഞ്ഞു പോയി എന്നുള്ളതാണ് സങ്കടപ്പെടുത്തുന്ന ഒരു സത്യം. ഇറ്റ് വാസ് വെരി ബാഡ്, ഭയങ്കര മോശമായിരുന്നു. ഒന്നും അവസാനത്തേക്ക് ഒരു സ്റ്റണ്ടൊക്കെ ഉണ്ട്, മോഹൻലാലും പൃഥ്വിരാജും കൂടെ ചെയ്യണ ഒരു സ്റ്റണ്ടൊക്കെ ഉണ്ട്. ഐ ഡോണ്ട് നോ വാട്ട് വാസ് ദ പോയിന്റ് ഓഫ് ഇറ്റ്. എനിക്ക് എന്ന് വെച്ചാൽ കുറേ ചോദ്യങ്ങളുണ്ട്. ഇതിപ്പം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്പോയിലേഴ്സ് ആവും, അതുകൊണ്ട് ഞാനത് അധികം ഇപ്പം ഇടുന്നില്ല. മേ ബി ലേറ്റർ ഓൺ ഇൻ എ വീഡിയോ ഇഫ് യു ഓൾ ആർ ഇൻട്രസ്റ്റഡ് ഇൻ സീയിങ് സംതിങ് ലൈക്ക് ദിസ് ഐ വിൽ പുട്ട് ഇറ്റ് അപ്പ്. എനിക്ക് കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട് ഇതിനകത്ത്, എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ട്. കഥയിൽ ചോദ്യമില്ല എന്നുള്ളത് ഒരു കാര്യം, പക്ഷെ എന്നാലും മനുഷ്യൻ്റെ ഒരു ബുദ്ധിയെ ചോദ്യം ചെയ്യുന്നൊരു രീതിയിലാവരുതല്ലോ കാര്യങ്ങൾ. ഓഡിയൻസിൻ്റെ ബുദ്ധിയെ ചോദ്യം ചെയ്തിരുന്ന രീതിയിലല്ല നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനത്തെ സിനിമകളുണ്ട്, അത് നമ്മൾ അതിനതിൻ്റേതായിട്ടുള്ള വിലയ്ക്ക് നമ്മൾ കൊടുക്കുന്നുള്ളൂ. പക്ഷെ ഇതങ്ങനെയല്ലല്ലോ. അപ്പോൾ ഞങ്ങളതങ്ങനെ സിനിമയൊക്കെ കണ്ടു കഴിഞ്ഞ് തിരിച്ചു വന്നു. ഇനിയിപ്പോൾ തിരിച്ച് ഞാൻ ജോലിക്ക് കയറി. എനിക്ക് ഇന്ന് നാളെയും കൂടെ ജോലിയുണ്ട്, അത് കഴിഞ്ഞ് 3 ദിവസം ലീവാണ്. അങ്ങനെ ഇതൊന്നും അല്ല കേട്ടോ ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷേ ഈ വീഡിയോ അവസാനിക്കുമ്പോൾ ഞാൻ ഭയങ്കര എല്ലാവരുടെയും റിയാക്ഷൻ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ പോയത്. പക്ഷെ ആർക്കും അതിൻ്റെ ഒരു മൂഡ് ഉണ്ടായിരുന്നില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇറങ്ങിക്കഴിഞ്ഞപ്പം ഞങ്ങൾ ജസ്റ്റ് ഭക്ഷണം കഴിച്ചു. കുറച്ച് പേര് അതിന് പോലും എല്ലാവരും നിന്നില്ല. കുറേ പേര് തിരിച്ച് വേഗം പോയി, സിനിമ കഴിഞ്ഞ ഉടനെ ജോലിക്ക് ലോഗിൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട്. എല്ലാവർക്കും ഒരുമാതിരി ഒരു ഇതായിപ്പോയി അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും. എന്താണാവോ, നമ്മൾ എന്തൊക്കെയോ പ്രതീക്ഷിക്കുന്നുണ്ട്. മേ ബി ദാറ്റ് ഇസ് ഓൾസോ എ തിങ്. നമ്മൾ പുള്ളിയുടെ അടുത്ത് നിന്ന് ലാലേട്ടനെ പോലെ തന്നെ ഒരു നടനിൽ നിന്ന് നമ്മൾ ഒരുപാട് എന്തൊക്കെയൊക്കെയോ പ്രതീക്ഷിക്കുന്നുണ്ട്. ചിലപ്പോൾ ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം നമ്മൾ എന്ത് കാണുമ്പോഴും ഇങ്ങനെ ഡിസപ്പോയിൻറ്റഡ് ആവുന്നതോ, ഐ ഡോണ്ട് നോ. എനിവേ, അപ്പം ഞാൻ എൻ്റെ ജോലിക്ക് കയറാട്ടെ. എനിക്ക് ഇപ്പോൾ ഒരു കോളുണ്ട്, അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ഈ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരയ്ക്കും. ടാറ്റ, ബൈ ബൈ.